ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കേരള ലഞ്ച് മെനുവിൻ്റെ അടുത്ത മെനു ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനു 129ാമത്തെയാണ്. ഇപ്പോൾ ഇതിലുണ്ടാക്കിയിട്ടുള്ളത് കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കറി, കോവയ്ക്കം കൊണ്ടുള്ള മെഴുക്കുവരട്ടി, പിന്നെ സാലഡ്, കടുമാങ്ങ, ഉണക്കമീൻ ഫ്രൈ ഒക്കെ വെച്ചിട്ട് നമ്മൾ മെനു റെഡി ആയിട്ട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ റെസിപ്പി ഞാൻ എടുത്തിരിക്കുന്ന ഒരു പഴയ കുക്കറി ബുക്കിൻ്റെ അകത്തു നിന്നാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ നമ്മൾ കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്തതും മഞ്ഞൾപ്പൊടിയും പിന്നെ കോളിഫ്ലവർ വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി എടുത്തിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ, ജീരകം, പച്ചമുളക് നന്നായിട്ട് വെണ്ണ പോലെ അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് വേവിച്ച് പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കോളിഫ്ലവറും പരിപ്പും ലേശം ചൂടുവെള്ളമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു കറിയുടെ പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചെറിയ തള വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കാവുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ഒരു ബിരിയാണി ഇല ചേർത്ത് കൊടുക്കാം. ഇതൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ കൊടുക്കും ഈ ഡിഷിന്. അത് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും മുളകും കരിവേപ്പിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ കൂടെ ചേർത്ത് നമുക്ക് കറി അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ കൂട്ടാൻ നന്നായിട്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.